യുഎസിൽ 6 സംസ്ഥാനങ്ങളിലായി വീശിയടിച്ച ചുഴലിക്കാറ്റിൽ മരണം ഒരുപാടായിരുന്നു. പെൻസിൽവാനിയ, ന്യൂയോർക്ക്, മധ്യ അറ്റ്ലാന്റിക്, തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിരുന്നു. അർക്കാൻസാസിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി നാഷണൽ ഗാർഡ് അംഗങ്ങളെ വിന്യസിച്ചതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. തെക്കൻ മേഖലയിലും മധ്യ പടിഞ്ഞാറൻ മേഖലയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വീശിയടിച്ച കൊടുങ്കാറ്റ് കിഴക്കോട്ട് നീങ്ങി. 16-ാം തീയതി ഉച്ചയ്ക്ക് വരെ 3,40,000-ത്തിലധികം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തടസ്സപ്പെട്ടതായി അധികൃതർ അറിയിച്ചിരുന്നു. മിസോറിയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 5 കൗണ്ടികളിലായി 12 മരണങ്ങൾ രേഖപ്പെടുത്തി. 27 കൗണ്ടികളിലായി വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഗവർണർ മൈക്ക് കഹോ പറഞ്ഞു. ബട്ട്ലർ കൗണ്ടിയിലെ 500-ലധികം വീടുകളിലും ഒരു പള്ളിയും പൂർണ്ണമായും തകർന്നു. മിസിസിപ്പിയിൽ 6 മരണങ്ങൾ സ്ഥിരീകരിച്ചതായി ഗവർണർ ടേറ്റ് റീവ്സ് അറിയിച്ചു. കൻസാസിയിലെ ഷെർമാൻ കൗണ്ടിയിൽ 50-ലധികം കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് 8 പേർ മരിച്ചത്. കരോലിനാസ്, കിഴക്കൻ ജോർജിയ, വടക്കൻ ഫ്ലോറിഡ എന്നിവിടങ്ങളിൽ അപകടകരമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും നാഷണൽ വെതർ സർവീസ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ടെക്സസിലും ഒക്ലഹോമയിലും ഉണ്ടായ കാട്ടുതീ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒക്ലഹോമയിൽ ഉടനീളം 130-ലധികം തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഏകദേശം 300 വീടുകൾ കേടുപാടുകൾ സംഭവിക്കുകയും നശിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഗവർണർ കെവിൻ സ്ലിറ്റ് പറഞ്ഞു. 1,70,000 ഏക്കറിലധികം കത്തി നശിച്ചു. ടെക്സസിൽ 36 തീപിടുത്തങ്ങളിലായി 42,000 ഏക്കറിലധികം കത്തി നശിച്ചതായി അഗ്നിശമന സേനാംഗങ്ങൾ അറിയിച്ചു. ചുഴലിക്കാറ്റിൽ ഊർജിതമായ രക്ഷാപ്രവർത്തനം നടക്കുന്നതായി അധികൃതർ അറിയിച്ചു. അടുത്ത കുറച്ച് ദിവസങ്ങൾ കൂടി ചുഴലിക്കാറ്റിന്റെ സാന്നിധ്യം സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മിസോറിയിലാണ് ഏറ്റവും കൂടുതൽ മരണവും നാശനഷ്ടങ്ങളും ഉണ്ടായിരിക്കുന്നത്. 50 വാഹനങ്ങളാണ് പ്രദേശത്ത് അപകടത്തിൽപ്പെട്ടത്. മിസോറിയിൽ 12 പേർ മരിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഷെർമൻ കൗണ്ടിയിൽ ഉണ്ടായ പൊടിക്കാറ്റിൽ 8 പേർ മരിച്ചതായാണ് ഹൈവേ പട്രോൾ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ ചില ഭാഗങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്നും അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മിസോറിയിൽ പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതായാണ് വിവരം. കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ മാറി താമസിക്കണമെന്ന് പ്രദേശവാസികൾക്ക് ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ആഴ്ചകളിൽ യുഎസിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ചുഴലിക്കാറ്റുകൾ രൂപപ്പെട്ടിരുന്നു. മിസ്കാറി, അർക്കൻസാസ്, ടെക്സസ്, ഒക്ലഹോമ എന്നിവയാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച സംസ്ഥാനങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ കൻസാസിൽ ഒരു ഹൈവേയിൽ ചുഴലിക്കാറ്റിൽ 50-ലധികം വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് കൂട്ടിയിടിച്ച് 8 പേർ മരിച്ചതോടെയാണ് മരണസംഖ്യ ഉയർന്നത്. കൂടാതെ അർക്കൻസാസ്, ജോർജിയ ഗവർണർമാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പരിക്കേറ്റവരെ സഹായിക്കുന്നതിനായി അർക്കൻസാസ് ഗവർണർ സാറ ഹക്കബി $2,50,000 ദുരന്ത നിവാരണ ഫണ്ടായി അനുവദിച്ചിട്ടുണ്ട്. ഒക്ലഹോമയിൽ 689 ചതുരശ്ര കിലോമീറ്റർ ഭൂമി കത്തി നശിച്ചതായും കാറ്റിനെ തുടർന്ന് വർദ്ധിച്ചു വരുന്ന തീപിടുത്തത്തിൽ 300 വീടുകൾ കേടുപാടുകൾ സംഭവിച്ചതായുമാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇപ്പോൾ കേരളത്തിലും ചുഴലിക്കാറ്റ് വരാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കുക എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ അറിയിക്കുന്നുണ്ട്.